പ്രിയപ്പെട്ടവരെ, ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന പ്രക്ഷേപണ പരമ്പരയിലേക്ക് എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതെല്ലാം കൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വിദ്യാഭ്യാസവും തൊഴിലും ജീവിതവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ തരങ്ങളും ഏറെയും കുറഞ്ഞും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കൃത്യമായി നമുക്ക് അതിന് നിശ്ചയിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രംഗത്തൊരു വിദഗ്ധനല്ല. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമായിട്ടോ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത് കുറേയൊക്കെ മിക്സപ്പ് ആവും. അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആശയങ്ങളും കൂടെ ഇതിനോട് ചേർത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും വരുന്ന ചർച്ചകളിൽ ഈ രംഗത്തുള്ള വിദഗ്ധന്മാർ മാത്രമല്ല, കർഷക തൊഴിലാളികളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കടയിൽ ജോലി ചെയ്യുന്നവരും തൊഴിലന്വേഷകരും വിദ്യാർത്ഥികളും ഒക്കെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെയും കൂടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു പരിപാടി ആയിരിക്കും നമ്മളിവിടെ ഇനി കൂടുതലായി അവതരിപ്പിക്കുക. അപ്പോൾ ഇത് പൊതുവെ പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്നു. അതിനെ അടുക്കി പെറുക്കി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം, ഒരു ഭാരം നിങ്ങൾക്ക് വരികയാണ്. കാരണം നിങ്ങളുടെ കുറ്റമല്ല, അത് എൻ്റെ പ്രശ്നമാണ്. എനിക്കത് പറയാനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയാത്തത് കൊണ്ട് ആ ഒരു ദൗത്യം നിങ്ങളും കൂടി ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു യൂട്ടിലിറ്റി ബേസ്ഡ് വാല്യൂ സിസ്റ്റം, ആ ഒരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തത്വചിന്തയായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ഉപകരണത്തിൻ്റെ ഉപയോഗയോഗ്യത നിന്ന് കഴിയുമ്പോൾ അതൊരു എന്തായാലും പറയുക സ്ക്രാപ്പായി മാറുകയാണ്. നമ്മളതെടുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു കമ്പോളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മളെടുത്ത വസ്തു അത് അതിന് മൂല്യം നഷ്ടപ്പെടുന്നു, അത് ഒരു പാഴ്വസ്തുവായിട്ട് മാറുന്നു, നമ്മളതിനെ നിരാകരിക്കും, തള്ളിക്കളയുന്നു, വിറ്റുകഴിയും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് ജീവിത സമരത്തിൽ, ജീവിതം കരിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. മക്കൾ വല്ലസ്ഥലത്ത് ചെറുതിൽ കിടക്കുകയാണ്. മാതാപിതാക്കൾ അവരെ ആശ്രയിച്ച് കഴിയാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ജീവിതമില്ല. പ്രായപൂർത്തിയായ മാതാപിതാക്കൾ മക്കളെ ആശ്രയിച്ച് അവർ വന്ന് നമ്മളെ സംരക്ഷിച്ചോളും എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാനാവില്ല. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 15 കുടുംബങ്ങളിൽ ഏതാണ്ട് 20ഓളം പേര് 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 5-6 പേരേ ഉള്ളൂ ഇടപ്രായക്കാർ, ഒരു 50 വയസ്സിന് അല്ലെങ്കിൽ അതിന് താഴെ ഉള്ളവർ. ഇത് കൗമാരപ്രായക്കാർ 2-3 പേര്. ഏറ്റവും ഒരു ശിശു 2 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ പ്രദേശത്ത് ഞങ്ങളുടെ 15 വീടുകളാകെ ഉള്ളത്. ഇത് കേരളത്തിൻ്റെ മൊത്തം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം ഇപ്പോൾ ഞാൻ ആ 20 പേരെന്നുള്ള ഞാൻ ആ താമസിക്കുന്ന പ്രദേശത്തെ റെസിഡൻ്റ് അസോസിയേഷനിൽ 250 കുടുംബങ്ങളുള്ളതിൽ 1000ഓളം അംഗങ്ങളുള്ളതിൽ ഏതാണ്ട് 300ഓളം പേര്, 250 മുതൽ 300 പേര് വാർദ്ധക്യത്തിലെത്തിയവരാണ്. ഇപ്പോഴത്തെ പുതിയ ചികിത്സാ സമ്പ്രദായവും ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും ഒക്കെ നടന്നും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നു. പക്ഷേ ഇതിന് വലിയ മാറ്റം വരും. 2-3 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ തടവുകാരായിട്ട് മാറ്റപ്പെടാൻ പോവുകയാണ്. ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ അവിടുത്തെയുള്ള ചില സംഘടനകളൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് വേണ്ട 80 വയസ്സിനടുത്തുണ്ട്, പ്രായം 80 വയസ്സിന് മുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു 10-78 വയസ്സുണ്ട്. 2 മക്കളുണ്ട്. 2 മക്കളും വേറെയാണ് താമസം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ പ്രശ്നം അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, നമുക്ക് ഒരു സ്ഥിരമായിട്ടൊരാളെ ജോലിക്ക് കിട്ടാൻ പറ്റുമോ? 24 മണിക്കൂർ അവിടെ താമസിച്ച് ജോലിക്ക്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ 24 മണിക്കൂറും ആ വീട്ടിൽ താമസിച്ച് ഇവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളെ കിട്ടണമെങ്കിൽ 25,000 മുതൽ 30,000 രൂപ ഒരു മാസം ഉണ്ടാകണം. അതുകൊണ്ട് കാര്യം തീരുന്നില്ല. അവരെ അടുക്കളപ്പണിയും അടുക്കളയിലെ കാര്യങ്ങളും മറ്റു പൊതുവായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ മാതാപിതാക്കൾക്ക്, ഈ പ്രായമായ വ്യക്തികൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഒരാൾ വേണം. ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ അവർ പകൽ സമയത്തോ അല്ലെങ്കിൽ വന്ന് പോയി കഴിഞ്ഞാൽ പോലും അവർക്കൊരു 20,000-25,000 രൂപ കൊടുക്കാൻ പറ്റുകയില്ല. ഇവർ രണ്ടുപേരും പോരാ. പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം,
അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ ഇവരെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3 പേര് ഉണ്ടെങ്കിൽ ഈ 2 പേരെ സംരക്ഷിക്കാനായിട്ട് കഴിയുമെന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു കേസ് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വിഷയം, ഈ വീട്ടിൽ 2 വ്യക്തികളെ സാമാന്യം സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാനായിട്ട് 3 പേരുടെ ആവശ്യമുണ്ട്. 3 പേർക്കെന്ന് പറയുമ്പോഴത്തേക്കാണ്ട് 75,000 രൂപ അടുത്തൊരു മാസം ചിലവാണ്. അപ്പോൾ 2 പേരെ നോക്കാനായിട്ട് 3 പേര് അവിടെ ആ വീട്ടിൽ വേണം. നേരെ മറിച്ച് ഒരു 10 പേരെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഈ 10 പേരെ നോക്കാനായിട്ട് ഈ 3 പേര് മതി. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ നിങ്ങൾ കണക്കാക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മൾ പണിത വീട്ടിൽ നിന്ന് നമ്മൾ പോകില്ല എന്ന് പറഞ്ഞൊരു വൈകാരികമായൊരു പ്രശ്നം അതിനകത്തുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വെച്ച വീട്, ഇതിലെ ഓരോ ഭാഗങ്ങളിലും എൻ്റെ വിയർപ്പ് വീണിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്നുള്ളതാണ് പലരുടെയും മനോഭാവം. അത് നമുക്ക് അവരെ ആരും കുറ്റപ്പെടുത്താൻ ഒക്കുകയില്ല. പക്ഷേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വീട് നമ്മൾ വെച്ചതാണെന്നും അതിനെ അഭിമാനിക്കാനും അവിടെ ഇരിക്കാൻ ഒക്കുകയുള്ളൂ. നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപം ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ 10 പേരോ 20 പേരോ ഒരു സ്ഥലത്ത് താമസിക്കുകയും ഇവർ 20 പേരെ നോക്കാനായിട്ട് ഒരു 4 പേര് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4-5 പേരെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കൊരു 25 125 ഒരു 1.25 ലക്ഷം രൂപയാവുള്ളൂ. ഇപ്പോൾ 2 പേർക്ക് 75,000 രൂപ വേണം. അപ്പോൾ 20 പേർക്ക് 1.25 ലക്ഷം രൂപയാണ്. നേരെ ഇതിൻ്റെ ഈ 2 പേർക്കുള്ള മുടക്കുന്ന പണത്തിൻ്റെ നേരെ ഇരട്ടി ഉണ്ടെങ്കിൽ 20 പേരെ നോക്കാൻ കഴിയും. ഈ ഒരു കാര്യം യാഥാർത്ഥ്യം സർക്കാരിൽ നിന്ന് അവർ ഒരു നയപരമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ചില നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് ഒരു സമൂഹം ഇതിനെ അംഗീകരിച്ചിട്ടില്ല, അതിനെ സ്വീകരിച്ചിട്ടില്ല. ശരിയാണ്, നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ മരുന്ന് തരാൻ ആളില്ല. പക്ഷേ ഈ ഒരു സംഗതി നമ്മൾ വളരെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് പഠനം നടത്താനാണ്, ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് പഠിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പുതിയ രൂപം ഉണ്ടാക്കേണ്ടതാണെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ വിവരങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പറയാം എന്നാഗ്രഹിക്കുന്നു. നമസ്കാരം.